Hi, I am Deepa. 2018 I YouTube channel started. അപ്പോൾ YouTube channel സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഞാൻ കടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ചിങ് വീഡിയോസ് ആണ് ഇട്ട് തുടങ്ങിയത്. അതിനുശേഷം ഒത്തിരി ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വാല്യൂസുമായിട്ട് യോജിച്ച് പോകാത്ത ചില കണ്ടന്റ്സ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഐ എം ലേണിംഗ്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്യാഷ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വേറെ ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാശ് കൊടുത്താൽ ഒന്നും കിട്ടാത്തത്ര ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. എന്നെ ഒന്ന് ബ്രാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ് ബ്രാൻഡ് ചെയ്യാൻ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും തുടങ്ങി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്? അത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം നല്ല പേഷ്യൻസ് ആവശ്യമുള്ള ഒരു ഏരിയ ആണ് യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പാഷനേറ്റ് ആയിരിക്കണം. പാഷനേറ്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തുടക്കത്തിലൊന്നും ആരും കാണത്തുമില്ല, ആരും കമൻറ്റ് പോലും ചെയ്യത്തില്ല. അപ്പം നമുക്ക് ഒരു ഡ്രൈവിംഗ് ഫാക്ടറും ഇല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി പാഷനേറ്റ് ആയിരിക്കണം. നമുക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ഒക്കെ നമ്മൾ ഒത്തിരി പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. യാതൊരുവിധ റിട്ടേൺസും പ്രതീക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൽ പിടിച്ചു നിൽക്കത്തുള്ളൂ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ഇന്ന് വീഡിയോ ഇട്ട് 2 ആഴ്ച കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇട്ട് അതും കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞ് വേറൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് വിജയിക്കത്തില്ല. യൂട്യൂബിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോസ് കറക്റ്റായിട്ടുള്ള ഇടവേളകളിൽ അടുപ്പിച്ച് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഗ്രോത്ത് ഇൻ ദ സെൻസ് നമുക്ക് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് വരണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ ഇടുന്നത് വെറും ചവറ് കണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ ഒരു ചാനൽ എത്രത്തോളം സർവൈവ് ചെയ്യും എന്നുള്ളത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ കണ്ടന്റിൻ്റെ ക്വാളിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കേണ്ടതായിട്ടും വരും. സാധാരണ ആൾക്കാർ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എനിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് കരുതിയിട്ട് അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിലെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്യും. ഞാനും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു 1.5 ആഴ്ച അതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് പഠിച്ചു. അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് ഒത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ മാറ്റിമറിച്ചും ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേജിൽ എത്തിയെന്നല്ല ഞാൻ പറയുന്നത്. ഒരു 56,000-57,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഇപ്പോഴും എൻ്റെ ചാനലിലുള്ളൂ. വ്യൂസ് ആണെങ്കിലും വളരെ കുറവാണ്. പക്ഷേ ഞാൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബ് അക്കൗണ്ട് അല്ല. സബ്സ്ക്രൈബ് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് 1 മില്യൺ സബ്സ്ക്രൈബ് അക്കൗണ്ട് ഉണ്ട്. പക്ഷേ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ 2,000-3,000 പേരേ ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് കണ്ടന്റ് എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ഗ്രോത്ത് വൈസ് നമ്മൾ അങ്ങനെയൊന്നും അല്ല നോക്കേണ്ടത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനൽ വഴി നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അത് 10,000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു വിജയം ആണെന്നാണ് ഞാൻ പറയുക. ഓക്കെ, ഇതിനകത്ത് ക്യാഷ് എന്ന് പറയുന്നതല്ലാതെ വേറെ ഒത്തിരി രീതിയുണ്ട്. അതായത് യൂട്യൂബ് മോണറ്റൈസേഷൻ അല്ലെങ്കിൽ ആഡ്സെൻസ് വഴിയുള്ള മോണറ്റൈസേഷൻ അല്ലാണ്ട് വേറെയും ഒത്തിരി മാർഗങ്ങളുണ്ട് യൂട്യൂബ് വഴി നമുക്ക് ഒരു വരുമാനം കൊണ്ടുവരാനായിട്ട്. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. ഏത് നിമിഷം വേണമെങ്കിലും അതിൻ്റെ പോളിസീസിനെ ബേസ് ചെയ്ത് നമ്മളെ ബാൻ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു അധികാരം യൂട്യൂബിനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കെല്ലാം തന്നെ ഉണ്ട്. സോ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഒന്ന് ബ്രാൻഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഒന്ന് ഗ്രോ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് എന്ന് ഞാൻ മിക്കവാറും എല്ലാവരോടും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാൻ ഇതുവരെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ
എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊരു യൂട്യൂബ് മെൻറ്ററിങ് പ്രോഗ്രാം ഈ വരുന്ന സെപ്റ്റംബർ 1-ാം തീയതി 2021 ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പുതിയതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇനിഷ്യലായിട്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം. അതായത് നമ്മൾ ചാനലിൻ്റെ പേരിടുന്നു തുടങ്ങിയിട്ട് എങ്ങനെ ക്യാമറ ഫേസ് ചെയ്യണം, എങ്ങനെ വീഡിയോസ് എടുക്കണം, ഏതൊരു ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കംപ്ലീറ്റ് മെൻറ്റർ ഇരുന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് ഇന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു രീതിയിലൊരു മെൻറ്ററിങ് പ്രോഗ്രാമാണ് ഞാൻ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ 2-3 ദിവസത്തിനകത്ത് തന്നെ നമ്മുടെ യൂട്യൂബ് മെൻറ്ററിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൻ്റെ ബ്രോഷർ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യും. സമയം, ക്ഷമ, ഹാർഡ് വർക്ക്, അതിൻ്റെ കൂടെ കുറച്ച് പ്ലാനിങ്ങും കൂടെ ഉണ്ടെങ്കിൽ മാത്രം വിജയിക്കുന്ന ഒരു ഏരിയയാണ് യൂട്യൂബ്. ഓവർനൈറ്റ് സക്സസ് അവിടെയും ഇവിടെയും ഒക്കെ ചിലയിടത്ത് കണ്ടെന്ന് വരാം, പക്ഷെ അതെപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അത് വളരെ റെയറായിട്ട് ആൾക്കാർക്ക് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഓവർനൈറ്റ് സക്സസ് അല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് ക്യാഷ് കിട്ടി തുടങ്ങും, അല്ലെങ്കിൽ ക്യാഷ് മാത്രം ലക്ഷ്യമാക്കി യൂട്യൂബിലേക്ക് വരാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് ഇല്ല. കാരണം ഞാൻ ഇതിനകത്ത് മാജിക് ഒന്നും പഠിപ്പിക്കുന്നില്ല.